പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററാണ് പഠിച്ചു തുടങ്ങിയത്. ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കാണും എന്ന് ഞാൻ കരുതട്ടെ. നമുക്ക് രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകാം. സെക്കൻഡ് പാർട്ടിൽ ആദ്യം വരുന്നത് ഒരു നോട്ടാണ്. ശ്രദ്ധിക്കുക എല്ലാവരും. 1. ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഓൾസോ ഡിനോട്ടഡ് ബൈ ആർക്ക് ടാൻ എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സിനെ നമ്മൾ ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാറുണ്ട്, ആർക്ക് ടാൻ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. 2. ഓപ്പൺ ഇൻ്റർവൽ -π/2 ഈസ് കോൾഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഓപ്പൺ ഇൻ്റർവൽ -π/2 ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്നാണ് വിളിക്കുന്നത്. അടുത്ത ഡെഫിനിഷനിലേക്ക് പോകാം. If cot y is equal to x, then we define cot inverse x is equal to y. ഇങ്ങനെയാണ് cot inverse x ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. If cot y is equal to x, then we define cot inverse x is equal to y. Clearly, cot inverse x has infinitely many values. Value of cot inverse x which lies in open interval 0π is called the principal value of cot inverse x. കോട്ട് വൈ എക്സ് ആണെങ്കിൽ കോട്ട് ഇൻവേഴ്സ് എക്സ് വൈ എന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഇങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ കോട്ട് ഇൻവേഴ്സ് എക്സിന് ഒരുപാട് വാല്യൂസ് ഉണ്ടാകും. ഈ വാല്യൂസിൻ്റെ കൂട്ടത്തിൽ ഓപ്പൺ ഇൻ്റർവൽ 0πയിൽ വരുന്ന ഒറ്റ വാല്യൂ മാത്രമേ കാണുകയുള്ളൂ. അതിനെയാണ് നമ്മൾ കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ വാല്യൂ. ഉദാഹരണം, കോട്ട് π/6 നമുക്കറിയാം √3 ആണ്. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് √3യുടെ ഒരു വാല്യൂ π/6 ആണ്. കോട്ട് 2π + π/6 കണ്ടാലും √3 എന്ന് കിട്ടും. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് √3യുടെ മറ്റൊരു വാല്യൂ എന്ന് പറയുന്നത് 2π + π/6 ആണ്. അതുപോലെ കോട്ട് 4π + π/6 കണ്ടാലും √3 എന്ന് കിട്ടും. അതുകൊണ്ട് കോട്ട് ഇൻവേഴ്സ് √3യുടെ വേറൊരു വാല്യൂ എന്ന് പറയുന്നത് 4π + π/6 ആണ്. ഇതുപോലെ കോട്ട് ഇൻവേഴ്സ് √3ക്ക് വേറെയും വാല്യൂസ് ഉണ്ട്. ഈ വാല്യൂസിൻ്റെ കൂട്ടത്തിൽ ഓപ്പൺ ഇൻ്റർവൽ 0πയിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് π/6 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കോട്ട് ഇൻവേഴ്സ് √3യുടെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് π/6 ആണ്. π/6. അടുത്തതായിട്ട് വരുന്നത് ഒരു നോട്ടാണ്. ടു ഡിഫൈൻ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് വി കൺസിഡർ ഓൺലി ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ്. ഫ്രം ഹിയർ ഓൺവേഴ്സ് വി കൺസിഡർ ഓൺലി ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ്. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ മാത്രമാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഇനി താഴോട്ടുള്ള ഡിസ്കഷനകത്തെല്ലാം നമ്മൾ കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. അടുത്ത റിസൾട്ട്, ദ ഫംഗ്ഷൻ കോട്ട് എക്സ് ഫ്രം ഓപ്പൺ ഇൻ്റർവൽ 0π to R, ഓപ്പൺ ഇൻ്റർവൽ 0π to R ഈസ് ബൈജക്റ്റീവ്. Therefore it is invertible. Inverse function of above function cot x is cot inverse x from R to open interval 0π. നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. കോട്ട് എക്സ് ഓപ്പൺ ഇൻ്റർവൽ 0πയിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആയിരിക്കും. ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്, ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോട്ട് ഇൻവേഴ്സ് എക്സ് ഫ്രം R to ഓപ്പൺ ഇൻ്റർവൽ 0π ആയിരിക്കും. ഓർത്തിരിക്കുക, കോട്ട് എക്സ് ഓപ്പൺ ഇൻ്റർവൽ 0πയിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്താൽ അത് ബൈജക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഇൻവേർട്ടബിൾ ആയിരിക്കും. ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോട്ട് ഇൻവേഴ്സ് എക്സ് ഫ്രം R to ഓപ്പൺ ഇൻ്റർവൽ 0π ആയിരിക്കും. അടുത്തായിട്ട് വരുന്നൊരു റിസൾട്ടാണ്, ഇഫ് y എലിമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ 0π ആൻഡ് കോട്ട് y ഈസ് ഈക്വൽ ടു എക്സ്, ദെൻ കോട്ട് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു y, വിച്ച് ഈസ് ദ പ്രിൻസിപ്പൽ വാല്യൂ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, y ഓപ്പൺ ഇൻ്റർവൽ 0πയിൽ വരികയും കോട്ട് y എക്സ് ആകുകയും ചെയ്താൽ തീർച്ചയായിട്ടും കോട്ട് ഇൻവേഴ്സ് എക്സ് y ആയിരിക്കും. ഈ y 0πയിലെ ആയതുകൊണ്ട് y പ്രിൻസിപ്പൽ വാല്യൂ കൂടെ ആയിരിക്കും. അപ്പോൾ കോട്ട് വൈ എക്സ് ആണെങ്കിൽ കോട്ട് ഇൻവേഴ്സ് എക്സ് വൈ ആണെന്നറിയാം. വൈ ഓപ്പൺ ഇൻ്റർവൽ 0πയിലെ മെമ്പർ ആയതുകൊണ്ട് കോട്ട് ഇൻവേഴ്സ് എക്സ് വൈ എന്ന് പറയുന്നത് കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ തന്നെയായിരിക്കും. അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത്, ഇഫ് വൈ എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർവൽ 0π ആൻഡ് കോട്ട് വൈ ഈസ് ഈക്വൽ ടു എക്സ്, ദെൻ കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് വൈ തന്നെയായിരിക്കും. 2. കോട്ട് ഇൻവേഴ്സ് എക്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ് എലമെൻറ്റ് ഓഫ് ആർ ആയിരിക്കും. തിരിച്ച് എക്സ് എലമെൻറ്റ് ഓഫ് ആർ ആണെങ്കിൽ കോട്ട് ഇൻവേഴ്സ് എക്സ് എക്സിസ്റ്റ് ചെയ്യും. അതും ഓർത്തിരിക്കുക നിങ്ങൾ. അടുത്തതായിട്ടൊരു നോട്ടാണ്, കോട്ട് ഇൻവേഴ്സ് എക്സ് ഈസ് ഓൾസോ ഡിനോട്ടഡ് ബൈ ആർക്ക് കോട്ട് എക്സ്. കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ മറ്റൊരു നൊട്ടേഷനാണ് ആർക്ക് കോട്ട് എക്സ്. ഓപ്പൺ ഇൻ്റർവൽ 0π ഈസ് കോൾഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ്. ഓപ്പൺ ഇൻ്റർവൽ 0πയെ നമ്മൾ കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്നാണ് പറയുന്നത്. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്നാണ് പറയുന്നത്. നമുക്ക് അടുത്ത ഡെഫിനിഷനിലേക്ക് പോകാം. നെക്സ്റ്റ് ഡെഫിനിഷൻ ഇതാണ്, if cosec y is equal to x, then we define cosec inverse x is equal to y.
If cosec y is equal to x, then we define cosec inverse x is equal to y. ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ clearly cosec inverse x has infinitely many values. Value of cosec inverse x, which lies in closed interval minus pi by 2 minus singleton set 0, is called the principal value of cosec inverse x. cosec y സമ x ആണെങ്കിൽ cosec inverse xന്റെ വാല്യൂ നമ്മൾ y എന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഇങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ cosec inverse xന് പല വാല്യൂസ് ഉണ്ടാകും. ഈ വാല്യൂസിന്റെ കൂട്ടത്തിൽ ഈ പ്രത്യേക സെറ്റിൽ വരുന്ന വാല്യൂവിനെയാണ് നമ്മൾ cosec inverse xന്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ വാല്യൂ ഈ സെറ്റിൽ വരുന്ന ക്ലോസ്ഡ് ഇന്റർവൽ മൈനസ് പൈ ബൈ ടു മൈനസ് സിംഗിൾട്ടൺ സെറ്റ് 0, ഈ സെറ്റിൽ വരുന്ന വാല്യൂവിനെയാണ് cosec inverse xന്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. ഈ സെറ്റിനകത്ത് മൈനസ് പൈ ബൈ 2 ഉണ്ട്, പ്ലസ് പൈ ബൈ 2 ഉണ്ട്, അതിനിടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഉണ്ടാവും, പക്ഷേ 0 കാണില്ല. എക്സാമ്പിൾ, cosec പൈ ബൈ 4ന്റെ വാല്യൂ √2 ആണെന്നറിയാം. അതുകൊണ്ട് cosec ഇൻവേഴ്സ് √2ന്റെ വാല്യൂ പൈ ബൈ 4 ആണ്. cosec 2π പ്ലസ് പൈ ബൈ 4ന്റെ വാല്യൂ √2 ആണ്. അതുകൊണ്ട് cosec ഇൻവേഴ്സ് √2ന്റെ മറ്റൊരു വാല്യൂ എന്ന് പറയുന്നത് 2π പ്ലസ് പൈ ബൈ 4 ആണ്. അതുപോലെ cosec 4π പ്ലസ് പൈ ബൈ 4ന്റെ വാല്യൂ √2 തന്നെയാണ്. അതുകൊണ്ട് cosec ഇൻവേഴ്സ് √2ന്റെ വേറൊരു വാല്യൂ എന്ന് പറയുന്നത് 4π പ്ലസ് പൈ ബൈ 4 ആണ്. ഈ cosec ഇൻവേഴ്സ് √2ന് പല വാല്യൂസ് ഉണ്ടെങ്കിലും ഈ പ്രത്യേക ഇൻ്റർവെല്ലിൽ വരുന്ന ഈ പ്രത്യേക സെറ്റിൽ വരുന്ന ഒരൊറ്റ വാല്യൂ ഉള്ളൂ, അത് പൈ ബൈ 4 ആണ്. അപ്പോൾ cosec ഇൻവേഴ്സ് √2ന്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് പൈ ബൈ 4 ആണ്. അടുത്തൊരു നോട്ടാണ്, ടു ഡിഫൈൻ ഇൻവേഴ്സ് trigonometric functions, we consider only the principal value of cosec inverse x. To define inverse trigonometric functions, we consider only the principal value of cosec inverse x. ഈ cosec inverse x വരുന്നിടത്ത് നമ്മൾ ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ മാത്രമാണ് പരിഗണിക്കുന്നത്. താഴോട്ടുള്ള ഡിസ്കഷനിൽ മുഴുവൻ cosec inverse വന്നാൽ അവിടെ അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത റിസൾട്ട് ഇതാണ്. അടുത്ത റിസൾട്ട് ശ്രദ്ധിക്കുക. ദ ഫംഗ്ഷൻ cosec x ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ മൈനസ് പൈ ബൈ 2 മൈനസ് സിംഗിൾട്ടൺ 0 ടു r മൈനസ് ഓപ്പൺ ഇൻ്റർവൽ മൈനസ് 1 ഈസ് ബൈജക്റ്റീവ്. Therefore it is invertible. Inverse function of the above function cosec x is cosec inverse x from r minus open interval minus 1 to closed interval minus pi by 2 minus singleton set 0. cosec x എന്ന ഫംഗ്ഷൻ ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അത് ബൈജക്റ്റീവ് ആയിരിക്കും, അതുകൊണ്ട് ഇൻവേർട്ടബിൾ ആയിരിക്കും. ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന cosec x എന്ന ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് cosec ഇൻവേഴ്സ് x ആണ്. ഫ്രം r മൈനസ് ഓപ്പൺ ഇൻ്റർവൽ മൈനസ് 1 ടു ക്ലോസ്ഡ് ഇൻ്റർവൽ മൈനസ് പൈ ബൈ 2 മൈനസ് സിംഗിൾട്ടൺ സെറ്റ് 0. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത ഒരു റിസൾട്ടാണ്, ഇഫ് y element of closed interval minus pi by 2 minus singleton 0 and cosec y is equal to x, then cosec inverse x is equal to y, the principal value. y closed interval minus pi by 2 minus singleton set 0യിൽ വരികയും cosec y x ആകുകയും ചെയ്താൽ cosec inverse xൻ്റെ വാല്യൂ എന്ന് പറയുന്നത് y ആയിരിക്കും. അത് പ്രിൻസിപ്പൽ വാല്യൂ തന്നെയായിരിക്കും. cosec y x ആയതുകൊണ്ട് cosec ഇൻവേഴ്സ് എക്സിൻ്റെ ഒരു വാല്യൂ y ആയിരിക്കും. ആ y നമ്മുടെ ഈ പ്രത്യേക സെറ്റിൽ വന്നിരിക്കുന്നത് കൊണ്ട് അത് തന്നെ ആയിരിക്കും അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. ഇത് ഓർത്തിരിക്കേണ്ട ഫാക്റ്റാണ്. cosec y x ആകുകയും cosec y x ആയതുകൊണ്ട് cosec ഇൻവേഴ്സ് x എന്ന് പറയുന്നത് y ആയിരിക്കും. ഈ y ക്ലോസ്ഡ് ഇൻ്റർവൽ മൈനസ് പൈ ബൈ 2 മൈനസ് സിംഗിൾട്ടൺ സെറ്റ് 0യിൽ വരുന്നത് കൊണ്ട് cosec ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ y തന്നെയായിരിക്കും. അപ്പോൾ y ഇവിടെ വരികയും cosec y x ആകുകയും ചെയ്താൽ cosec ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് y തന്നെയായിരിക്കും. അടുത്ത റിസൾട്ട് ഇതാണ്, cosec ഇൻവേഴ്സ് x എക്സിസ്റ്റ് ചെയ്താൽ എക്സ് എലമെൻറ്റ് ഓഫ് r മൈനസ് ഓപ്പൺ ഇൻ്റർവൽ മൈനസ് 1 ആയിരിക്കും. അതുപോലെ എക്സ് r മൈനസ് ഓപ്പൺ ഇൻ്റർവൽ മൈനസ് 1 എലമെൻ്റ് ആണെങ്കിൽ cosec ഇൻവേഴ്സ് x തീർച്ചയായിട്ടും എക്സിസ്റ്റ് ചെയ്യും. അടുത്തൊരു നോട്ടാണ്, cosec ഇൻവേഴ്സ് x ഈസ് ഓൾസോ ഡിനോട്ടഡ് ബൈ arc cosec x. Closed interval minus pi by 2 minus singleton set 0 is called the principal value branch of cosec inverse x. ഈ പ്രത്യേക സെറ്റിനെ നമ്മൾ cosec inverse x എന്ന ഫംഗ്ഷൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്നാണ് പറയുന്നത്. അടുത്ത ഡെഫിനിഷൻ, നെക്സ്റ്റ് ഡെഫിനിഷൻ ഇതാണ്, ഇഫ് sec y is equal to x, then we define sec inverse x is equal to y. Clearly, sec inverse x has infinitely many values, and the value of sec inverse x, which lies in closed interval 0 pi minus singleton set pi by 2, is called the principal value of sec inverse x.
സീക്ക് വൈയുടെ വാല്യൂ എക്സ് ആണെങ്കിൽ നമ്മൾ സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ വൈ എന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഇങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ സീക്ക് ഇൻവേഴ്സ് എക്സിന് പല വാല്യൂസ് ഉണ്ടാവും. ഈ വാല്യൂസിൻ്റെ കൂട്ടത്തിൽ ഈ പ്രത്യേക സെറ്റിൽ വരുന്ന വാല്യൂവിനെയാണ് നമ്മൾ സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. സീക്ക് വൈ എക്സ് ആണെങ്കിൽ സീക്ക് ഇൻവേഴ്സ് എക്സ് ഈസ് ഡിഫൈൻഡ് ആസ് വൈ. ഇങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ സീക്ക് ഇൻവേഴ്സ് എക്സിന് ഒരുപാട് വാല്യൂസ് ഉണ്ടാവും. ഈ വാല്യൂസിൻ്റെ കൂട്ടത്തിൽ ഈ സെറ്റിൽ വരുന്ന ഒറ്റ വാല്യൂ മാത്രമേ കാണത്തുള്ളൂ. ക്ലോസ്ഡ് ഇൻ്റർവൽ 0π മൈനസ് സിംഗിൾട്ടൺ π/2 എന്ന സെറ്റിൽ വരുന്ന ഒറ്റ വാല്യൂ മാത്രമേ കാണുകയുള്ളൂ. അതിനെയാണ് നമ്മൾ സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. ഉദാഹരണം, സീക്ക് π/3യുടെ വാല്യൂ നമുക്കറിയാം. സീക്ക് π/3 റേഡിയൻ എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് സീക്ക് ഇൻവേഴ്സ് 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് π/3 ആണ്. അതുപോലെ സീക്ക് 2π + π/3യുടെ വാല്യൂ 2 ആണ്. അതുകൊണ്ട് സീക്ക് ഇൻവേഴ്സ് 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2π + π/3 ആണ്. സീക്ക് 4π + π/3യുടെ വാല്യൂ 2 ആണ്. അതുകൊണ്ട് സീക്ക് ഇൻവേഴ്സ് 2ൻ്റെ മറ്റൊരു വാല്യൂ എന്ന് പറയുന്നത് 4π + π/3 ആണ്. അപ്പോൾ ഈ സീക്ക് ഇൻവേഴ്സ് 2ന് പല വാല്യൂസ് ഉണ്ട്. ഈ വാല്യൂസിൻ്റെ കൂട്ടത്തിൽ ഈ പ്രത്യേക സെറ്റിൽ വരുന്ന ഒറ്റ വാല്യൂ മാത്രമേ ഉള്ളൂ. അത് π/3 ആണ്. അതുകൊണ്ട് π/3 ആണ് അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ. സീക്ക് ഇൻവേഴ്സ് 2ന് ഒരുപാട് വാല്യൂസ് ഉണ്ട്. അതിൽ ഈ പ്രത്യേക സെറ്റിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് π/3 ആണ്. അതുകൊണ്ട് സീക്ക് ഇൻവേഴ്സ് 2ൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് π/3 ആണ്. To define inverse trigonometric functions, we consider only the principal value of sec inverse x. ഇൻവേഴ്സ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ മാത്രമാണ് പരിഗണിക്കുന്നത്. അടുത്ത റിസൾട്ടിലേക്ക് പോകാം. The function sec x from closed interval 0π minus singleton set π/2 to r minus open interval -1 is bijective. Therefore, it is invertible. Inverse function of the above function sec x is sec inverse x from r minus open interval -1 to closed interval 0π minus singleton set π/2. Sec x എന്ന ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവൽ 0π മൈനസ് സിംഗിൾട്ടൺ സെറ്റ് π/2 നിന്ന് r മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 ഡിഫൈൻ ചെയ്താൽ ആ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആയിരിക്കും. ആ ഫംഗ്ഷൻ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് സീക്ക് ഇൻവേഴ്സ് ഫ്രം r മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0π മൈനസ് സിംഗിൾട്ടൺ സെറ്റ് π/2 ആയിരിക്കും. ഈ ഫാക്റ്റ് ഓർത്തിരിക്കുക നിങ്ങൾ. അടുത്ത റിസൾട്ട് ഇതാണ്. ഇഫ് y എലിമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0π മൈനസ് സിംഗിൾട്ടൺ സെറ്റ് π/2 ആൻഡ് സീക്ക് y ഈസ് ഈക്വൽ ടു എക്സ്, ദെൻ സീക്ക് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു y, ദ പ്രിൻസിപ്പൽ വാല്യൂ. സീക്ക് y എക്സ് ആകുകയും y ഈ സെറ്റിൽ വരികയും സീക്ക് y എക്സ് ആകുകയും ചെയ്താൽ സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ y തന്നെയായിരിക്കും. കാരണം സീക്ക് y എക്സ് ആയതുകൊണ്ട് സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഒരു വാല്യൂ y ആണ്. ആ വാല്യൂ 0π മൈനസ് സിംഗിൾട്ടൺ π/2 എന്ന് പറഞ്ഞാൽ സെറ്റിൽ ആയതുകൊണ്ട് അത് തന്നെ ആയിരിക്കും പ്രിൻസിപ്പൽ വാല്യൂ. അപ്പോൾ അത് ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻറ്റ് ഫാക്ട്. y ക്ലോസ്ഡ് ഇൻ്റർവൽ 0π മൈനസ് സിംഗിൾട്ടൺ സെറ്റ് π/2 വരികയും സീക്ക് y എക്സ് ആകുകയും ചെയ്താൽ സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്രിൻസിപ്പൽ വാല്യൂ y തന്നെയായിരിക്കും. അടുത്തത് രണ്ടാമത്തെ റിസൾട്ട് ഇതാണ്. സീക്ക് ഇൻവേഴ്സ് എക്സ് എക്സിസ്റ്റ് ചെയ്താൽ എക്സ് എലമെൻറ്റ് ഓഫ് r മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 ആയിരിക്കും. അതുപോലെ എക്സ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് r മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 ആണെങ്കിൽ സീക്ക് ഇൻവേഴ്സ് എക്സ് എക്സിസ്റ്റ് ചെയ്യും. അടുത്ത ഒരു നോട്ടാണ്, സീക്ക് ഇൻവേഴ്സ് എക്സ് ഈസ് ഓൾസോ ഡിനോട്ടഡ് ബൈ ആർക്ക് സീക്ക് എക്സ്. ആർക്ക് സീക്ക് എക്സ് ആണെന്നാണ് നമ്മൾ എഴുതുന്നത്, ആർക്ക് സീക്ക് എക്സ്. അതുപോലെ 2, ക്ലോസ്ഡ് ഇൻ്റർവൽ 0π മൈനസ് സിംഗിൾട്ടൺ സെറ്റ് π/2 ഈസ് കോൾഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ സീക്ക് ഇൻവേഴ്സ് എക്സ്. സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഒരു റിസൾട്ടാണ്. ഒന്ന്, സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റയുടെ വാല്യൂ തീറ്റയായിരിക്കും. സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിൻസിപ്പൽ വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. പ്രിൻസിപ്പൽ വാല്യൂ തീറ്റയായിരിക്കും ഇഫ് തീറ്റ ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ π/2 മൈനസ് π/2 π/2. അതുപോലെ കോസ് ഇൻവേഴ്സ് കോസ് തീറ്റയുടെ വാല്യൂയും തീറ്റ തന്നെ ആയിരിക്കും ഇഫ് തീറ്റ ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0π. ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റയുടെ വാല്യൂയും തീറ്റ തന്നെ ആയിരിക്കും. ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ വാല്യൂ, അത് തീറ്റ തന്നെ ആയിരിക്കും ഇഫ് തീറ്റ ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ -π/2 അതുപോലെ കോട്ട് ഇൻവേഴ്സ് കോട്ട് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് തീറ്റ തന്നെയായിരിക്കും ഇഫ് തീറ്റ ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ 0π. അതുപോലെ കൊസീക്ക് ഇൻവേഴ്സ് കൊസീക്ക് തീറ്റയുടെ വാല്യൂ തീറ്റ തന്നെ ആയിരിക്കും ഇഫ് തീറ്റ ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 മൈനസ് സിംഗിൾട്ടൺ സെറ്റ് 0. അതുപോലെ സീക്ക് ഇൻവേഴ്സ് സീക്ക് തീറ്റയുടെ വാല്യൂ തീറ്റ തന്നെ ആയിരിക്കും ഇഫ് തീറ്റ ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0π മൈനസ് സിംഗിൾട്ടൺ സെറ്റ് π/2. ഇതെല്ലാം നിങ്ങൾ കാണാതെ പഠിക്കേണ്ട റിസൾട്ടുകളാണ്. അടുത്ത സെറ്റ് ഓഫ് റിസൾട്ട്സ് ഇതാണ്.
അടുത്ത സെറ്റ് ഓഫ് റിസൾട്ട്സ് ഇതാണ്. ഒന്ന്, 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 2x/1 - x² ഈക്വൽ ആയിരിക്കും ഇഫ് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻട്രവൽ -1 ഓപ്പൺ ഇൻട്രവൽ -1 ഏത് റിയൽ നമ്പർ എക്സ് എടുത്താലും 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 2x/1 - x² ഈക്വൽ ആയിരിക്കും. 2, 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x/1 + x² ഈക്വൽ ആയിരിക്കും ഇഫ് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻട്രവൽ -1. ഈ ഇൻട്രവൽ -1 ക്ലോസ്ഡ് ഇൻട്രവൽ -1 ഏത് റിയൽ നമ്പർ എക്സ് എടുത്താലും 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് 2x/1 + x² തുല്യമായിരിക്കും. അതുപോലെ 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് 1 - x²/1 + x² തുല്യമായിരിക്കും ഇഫ് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻട്രവൽ 0 ക്ലോസ്ഡ് ഓപ്പൺ ഇൻട്രവൽ 0 ഈ ക്ലോസ്ഡ് ഓപ്പൺ ഇൻട്രവൽ 0 ഏത് റിയൽ നമ്പർ എക്സ് എടുത്താലും 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ കോസ് ഇൻവേഴ്സ് 1 - x²/1 + x² തുല്യമായിരിക്കും. നമുക്ക് അടുത്ത സെറ്റ് ഓഫ് റിസൾട്ടിലേക്ക് പോകാം. ഒന്ന്, സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് തന്നെ ആയിരിക്കും ഇഫ് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻട്രവൽ -1. ഈ ഇൻട്രവലിൽ ഏത് റിയൽ നമ്പർ എക്സ് എടുത്താലും സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ എക്സ് തന്നെയായിരിക്കും. അതുപോലെ കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ എക്സ് ആയിരിക്കും ഇഫ് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻട്രവൽ -1. അതുപോലെ ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ എക്സ് തന്നെ ആയിരിക്കും ഫോർ എവരി എക്സ് എലമെൻറ്റ് ഓഫ് ആർ. എക്സ് ഏത് റിയൽ നമ്പർ ആണെങ്കിലും ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ എക്സ് തന്നെയായിരിക്കും. അതുപോലെ കോട്ട് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ എക്സ് ആയിരിക്കും ഫോർ എവരി എക്സ് എലമെൻറ്റ് ഓഫ് ആർ. അതുപോലെ കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ എക്സ് തന്നെയായിരിക്കും ഇഫ് എക്സ് ബിലോങ്സ് ടു ആർ മൈനസ് ഓപ്പൺ ഇൻട്രവൽ -1. അതുപോലെ സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ എക്സ് തന്നെയായിരിക്കും ഇഫ് എക്സ് ബിലോങ്സ് ടു ആർ മൈനസ് ഓപ്പൺ ഇൻട്രവൽ -1. ഈ റിസൾട്ടുകളെല്ലാം നിങ്ങൾ കാണാതെ പഠിക്കേണ്ട റിസൾട്ടുകളാണ്. കാണാതെ പഠിക്കേണ്ട അടുത്ത സെറ്റ് ഓഫ് റിസൾട്ട്സ് ആണ് എഴുതാൻ പോകുന്നത്. ഒന്ന്, സൈൻ ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സിനോട് ഈക്വൽ ആയിരിക്കും ഇഫ് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻട്രവൽ -1. അതുപോലെ കോസ് ഇൻവേഴ്സ് -x എന്ന് പറയുന്നത് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സിനോട് ഈക്വൽ ആയിരിക്കും ഇഫ് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻട്രവൽ -1. അതുപോലെ ടാൻ ഇൻവേഴ്സ് -x എന്ന് പറയുന്നത് മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സിനോട് ഈക്വൽ ആയിരിക്കും ഫോർ എവരി എക്സ് എലമെൻറ്റ് ഓഫ് ആർ. അതുപോലെ കോട്ട് ഇൻവേഴ്സ് -x എന്ന് പറയുന്നത് പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സിനോട് ഈക്വൽ ആണ് ഫോർ എവരി എക്സ് എലമെൻറ്റ് ഓഫ് ആർ. അതുപോലെ കൊസീക്ക് ഇൻവേഴ്സ് -x എന്ന് പറയുന്നത് മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സിനോട് ഈക്വൽ ആയിരിക്കും ഇഫ് എക്സ് ബിലോങ്സ് ടു ആർ മൈനസ് ഓപ്പൺ ഇൻട്രവൽ -1. അതുപോലെ സീക്ക് ഇൻവേഴ്സ് -x എന്ന് പറയുന്നത് പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സിനോട് ഈക്വൽ ആയിരിക്കും ഇഫ് എക്സ് ബിലോങ്സ് ടു ആർ മൈനസ് ഓപ്പൺ ഇൻട്രവൽ -1. ഈ റിസൾട്ടുകളെല്ലാം നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. അടുത്ത റിസൾട്ട്, ഒന്ന്, കൊസീക്ക് എക്സ് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ആണ്. കൊസീക്ക് എക്സ് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ആണ് ഇഫ് എക്സ് ബിലോങ്സ് ടു ആർ മൈനസ് ഓപ്പൺ ഇൻട്രവൽ -1. അതുപോലെ സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് 1/x ഈക്വൽ ആണ് ഇഫ് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ആർ മൈനസ് ഓപ്പൺ ഇൻട്രവൽ -1. ആർ മൈനസ് ഓപ്പൺ ഇൻട്രവൽ -1 ഏത് എലമെൻറ്റ് എക്സ് എടുത്താലും സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് 1/x ഈക്വൽ ആയിരിക്കും. 3, കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ആണ്. കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ആണ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. അതുപോലെ കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് പൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ആയിരിക്കും ഇഫ് എക്സ് ലെസ് ദാൻ 0. ഇത് അങ്ങനെ തന്നെ ഓർത്തിരിക്കണം നിങ്ങൾ. കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ആണ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന പൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ആണ് ഇഫ് എക്സ് ലെസ് ദാൻ 0. ഈ നമ്മൾ പറയുന്ന ഈ റിസൾട്ടുകളുടെ എല്ലാം പ്രൂഫ് നമ്മൾ പ്രോബ്ലം പാർട്ടിൽ അതിൻ്റെ എല്ലാം പ്രൂഫ് എഴുതുന്നതായിരിക്കും. അടുത്ത റിസൾട്ട് ഇതാണ്. സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് കൊസീക്ക് ഇൻവേഴ്സ് 1/x ഈക്വൽ ആണ് ഇഫ് എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻട്രവൽ -1 ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു 0. ഇത് ഓർത്തിരിക്കണം. നമ്മൾ നേരത്തെ കണ്ടു കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ആണ്. അതുപോലെ തിരിച്ച് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് കൊസീക്ക് ഇൻവേഴ്സ് 1/x ഈക്വൽ ആയിരിക്കും ഇഫ് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻട്രവൽ -1 ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു 0. അതുപോലെ നേരത്തെ നമ്മൾ കണ്ടു സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് 1/x ഈക്വൽ ആണ്. അതുകൊണ്ട് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് സീക്ക് ഇൻവേഴ്സ് 1/x തുല്യമായിരിക്കും ഇഫ് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻട്രവൽ -1 ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു 0. അതുപോലെ ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് കോട്ട് ഇൻവേഴ്സ് 1/x ഈക്വൽ ആയിരിക്കും ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു 0. ഇതും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട റിസൾട്ടാണ്.
അടുത്ത റിസൾട്ട് ഇതാണ്. ഒന്ന്, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് π/2 ഈക്വൽ ആയിരിക്കും ഇഫ് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1 അതുപോലെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് π/2 ഈക്വൽ ആയിരിക്കും ഫോർ എവരി എക്സ് എലമെന്റ് ഓഫ് ആർ. അതുപോലെ സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് π/2 ആയിരിക്കും ഇഫ് എക്സ് ബിലോങ്സ് ടു ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 വളരെ പ്രധാനപ്പെട്ട സെറ്റ് ഓഫ് റിസൾട്ട്സ് ആണിത്. എക്സ് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 ഏത് റിയൽ നമ്പർ ആണെങ്കിലും സൈൻ ഇൻവേഴ്സ് എക്സും കോസ് ഇൻവേഴ്സ് എക്സും കൂടെ കൂട്ടിയാൽ π/2 കിട്ടും. എക്സ് ഏത് റിയൽ നമ്പർ ആണെങ്കിലും ടാൻ ഇൻവേഴ്സ് എക്സും കോട്ട് ഇൻവേഴ്സ് എക്സും കൂടെ കൂട്ടിയാൽ π/2 കിട്ടും. എക്സ് ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 ഏത് റിയൽ നമ്പർ ആണെങ്കിലും സീക്ക് ഇൻവേഴ്സ് എക്സും കൊസീക്ക് ഇൻവേഴ്സ് എക്സും കൂട്ടിയാൽ π/2 കിട്ടും. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കുക. 1, 2, 3 തവണ വീഡിയോ കാണുക. അതിനുശേഷം വീഡിയോ പോസ് ചെയ്തുകൊണ്ട് എൻ്റെ നോട്ട് കംപ്ലീറ്റ് ചെയ്യുക, അത് പഠിക്കുക, ആ വിവരം എന്നെ അറിയിക്കുക. ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. താങ്ക് യു.